കാസർകോട്ടെ DCCയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പ്രചാരണ പരിപാടികളിലെ ആസൂത്രണത്തിൽ പാളിച്ചകൾ പറ്റിയെന്ന് കുറ്റപ്പെടുത്തി ഉണ്ണിത്താൻ UDF നേതൃയോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നും പഴുതടച്ചുള്ള പ്രചാരണം മണ്ഡലത്തിൽ ആരംഭിക്കുമെന്നും ഉണ്ണിത്താൻ പിന്നീട് പറഞ്ഞു. രാവിലെ നടന്ന UDF നേതൃയോഗത്തിൽ DCC പ്രസിഡന്റിനെതിരെ വിമർശനമുന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇന്നലെ മണ്ഡലത്തിലെത്തിയത് മുതൽ പ്രചരണ പരിപാടിയുമായി മുന്നിട്ട് പോയതിനാൽ തനിക്ക് വിശ്രമം ലഭിച്ചില്ലെന്നും ഭക്ഷണം കഴിക്കുവാൻ പോലും സമയം തന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ DCC അധ്യക്ഷൻ ഹക്കീം കുന്നിലിനെതിരെ അദ്ദേഹം രംഗത്തെത്തിയത്. ഇന്നത്തെ പ്രചരണ പരിപാടികൾ നിർത്തിവെച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ ഉച്ചയ്ക്ക് നടന്ന UDF യോഗത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച യോഗം ഉച്ചകഴിഞ്ഞ് 2:30 വരെ നീണ്ടുനിന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും UDF ഒറ്റക്കെട്ടായി നാളെ മുതൽ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായോ UDF കൺവീനറായോ ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോ UDF നേതാക്കന്മാരായോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ ഇല്ല. ഇന്ന് വരുന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമാണ്. വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് വെച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന UDF പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടക്കും. തുടർന്ന് 7 നിയോജക മണ്ഡലങ്ങളിലും അസംബ്ലി മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കും. നേരത്തെ പ്രചരണം ആരംഭിച്ച LDF-നൊപ്പമെത്താൻ തിരക്കിട്ട പ്രചരണ പരിപാടിയാണ് UDF ആലോചിക്കുന്നത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കാസർകോട്.